അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സ് എന്താണെന്ന് പറയുന്നതിൻ്റെ മുന്നേ ആദ്യം നമ്മൾ സൈക്കോസിസ് എന്താണെന്നുള്ളത് പറയണം. അപ്പോൾ സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻസ് ഓഫ് സിംറ്റംസ് ആണ് ദാറ്റ് അഫക്റ്റ് ദ മൈൻഡ്. നമ്മുടെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് സിംറ്റംസിനെ ഒന്നിച്ച് നമ്മൾ പറയുന്ന പേരാണ് സൈക്കോസിസ്. അപ്പോൾ ഈ സൈക്കോസിസിൻ്റെ ഒരു എപ്പിസോഡിൻ്റെ സമയത്ത് ഒരു സൈക്കോസിസ് ഉള്ള ആളുടെ തോട്ട്സും പെർസെപ്ഷൻസ് ഒക്കെ ഡിസ്റപ്റ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യും, ഈ റിയൽ ആയിട്ട് നടക്കുന്നത് എന്താ, എല്ലാത്തിനും എന്താണെന്നുള്ളത് ഒരു റെക്കഗ്നൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് ഈസ് എ ടൈപ്പ് ഓഫ് ഡ്രഗ് യൂസ്ഡ് ടു ട്രീറ്റ് സിംറ്റംസ് ഓഫ് സൈക്കോസിസ്. അപ്പോൾ സൈക്കോസിസ് എന്നുള്ള ആ ഒരു ഡിസീസിൻ്റെ സിംറ്റംസിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സിംറ്റംസ് എന്തൊക്കെയാവാം? ഹാലൂസിനേഷൻസ് ആവാം, ഡെലൂഷൻസ് ആവാം, ഡിമെൻഷ്യ ആവാം. ഇതൊക്കെയാണ് മേജർ സിംറ്റംസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സിന് നമ്മൾ വേറൊരു പേര് എന്ന് പറഞ്ഞാൽ ന്യൂറോലെപ്റ്റിക് ഡ്രഗ്സ് ആണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഫിനോതയാസിൻസ്, ബ്യൂട്ടീറോഫിനോൺസ്, തയോസാന്തിൻസ്, അതർ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്, അറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ്, ഇങ്ങനെ മെയിൻലി ക്ലാസ്സുകളാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഫിനോതയാസിൻസ് നോക്കുന്ന സമയത്ത് ഫിനോതയാസിൻസിനെ പിന്നെയും നമ്മൾ മൂന്നാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അലിഫാറ്റിക് സൈഡ് ചെയിൻസ് വരുന്നുണ്ട്, പൈപ്പറിഡിൻ സൈഡ് ചെയിൻ വരുന്നുണ്ട്, പൈപ്പറാസിൻ സൈഡ് ചെയിൻ വരുന്നുണ്ട്. അലിഫാറ്റിക് സൈഡ് ചെയിനിലാണ് ക്ലോർപ്രൊമാസിനും ട്രൈഫ്ലൂപ്രൊമാസിനും വരുന്നത്. പൈപ്പറിഡിൻ സൈഡ് ചെയിനിലാണ് തയോറിഡസിൻ വരുന്നത്. പൈപ്പറാസിൻ സൈഡ് ചെയിനിലാണ് ട്രൈഫ്ലൂപെറാസിനും ഫ്ലൂഫെനാസിനും വരുന്നത്. ഇനി അടുത്ത് ബ്യൂട്ടീറോഫിനോൺസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഹാലോപെരിഡോള്, ട്രൈഫ്ലൂപെരിഡോള്, പെൻഫ്ലൂറിഡോളൊക്കെ വരുന്നുണ്ട്. ദെൻ തയോസാന്തിനിൽ വരുന്നതാണ് ഫ്ലൂപെന്തിക്സോൾ. അതേപോലെ തന്നെ അതർ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടാണ് പിമോസൈഡ്, ലോക്സാപ്പിൻ, ലീവോസൾപ്രൈഡ്. ദെൻ അറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സിൽ വരുന്നതാണ് ക്ലോസാപ്പിൻ, റിസ്പെറിഡോൺ, ഒലൻസാപ്പിനൊക്കെ. ഇതിൽ ഏറ്റവും മേജർ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫിനോതയാസിൻസ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ എക്സാംസിന് ഒക്കെ ചോദിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻസ് നോക്കാം. അപ്പോൾ ഈ സൈക്കോസിസ് എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്? എക്സസീവായിട്ടുള്ള ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ കാരണമാണ് സൈക്കോസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇതിൽ മെയിൻലി നമ്മൾ ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെ രണ്ടാക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. D1 റിസപ്റ്റർ ഫാമിലിയും D2 ലൈക്ക് റിസപ്റ്റർ ഫാമിലിയും വരുന്നുണ്ട്. ഈ D1 ലൈക്ക് റിസപ്റ്റർ ഫാമിലിയിൽ D1, D5 ഇങ്ങനത്തെ രണ്ട് റിസപ്റ്റേഴ്സാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. D2 ലൈക്ക് റിസപ്റ്റർ ഫാമിലിയിൽ വരുന്നതാണ് D2, D3, D4 ഒക്കെ. അപ്പോൾ ഈ ഡോപ്പമിൻ D2 റിസപ്റ്റേഴ്സിനെയാണ് നമ്മൾ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സ് പോയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് പോയിട്ട് D2 റിസപ്റ്ററിന് പോയിട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യും. അതുവഴിയാണ് ആൻറ്റി സൈക്കോട്ടിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ D2 റിസപ്റ്റേഴ്സിൻ്റെ ലൊക്കേഷൻസ് എവിടേക്ക് വരിക? അത് മെയിൻലി ലിംബിക് ഏരിയയിൽ, ഗാംഗ്ലിയോണിൽ, പിറ്റ്യൂട്ടറിയിൽ, കീമോ റിസപ്റ്റർ അഥവാ CTZ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ D2 റിസപ്റ്റേഴ്സാണ് ഡോപ്പമിൻ്റെ സിന്തസിസിൽ, റിലീസിൽ, അപ്ടേക്കിലൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. ദെൻ എക്സസീവ് ഡോപ്പമിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സൈക്കോസിസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, D2 റിസപ്റ്റർ വന്നിട്ട് ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് വന്നിട്ട് D2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യും. അതുവഴി ഡോപ്പമിൻ സിഗ്നലിംഗ് ഡിക്രീസ് ചെയ്യും, ആൻറ്റി സൈക്കോട്ടിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, കുറേ ലിംബിക് ഏരിയയിൽ, ബേസിൽ ഗാംഗ്ലിയയിൽ, പിറ്റ്യൂട്ടറിയിലൊക്കെ D2 റിസപ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഓരോ ഏരിയയിലും ഈ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് വന്നിട്ട് ബൈൻഡ് ചെയ്താൽ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാവുന്നുള്ളത് നോക്കാം. അപ്പോൾ ലിംബിക് ഏരിയയിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റി സൈക്കോട്ടിക് പ്രോപ്പർട്ടി പ്രൊഡ്യൂസ് ചെയ്യും. ബേസിൽ ഗാംഗ്ലിയയിലാണെങ്കിൽ പാർക്കിൻസോണിയൻ സൈഡ് എഫക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിറ്റ്യൂട്ടറിയിലാണെങ്കിൽ ഇൻക്രീസ്ഡ് പ്രൊലാക്റ്റിൻ റിലീസ് ഉണ്ടാവും. ദെൻ കീമോ റിസപ്റ്ററിലാണെങ്കിൽ ആൻറ്റി എമിറ്റിക് ആക്ഷൻസ് ഉണ്ടാവും. പിന്നെ പറയുന്നത് വെച്ചാൽ ഈ ഫിനോതയാസിൻസ്, തയോസാന്തിൻസ് ഇത് രണ്ട് ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് ക്ലാസ് ഡ്രഗ്സ് D1നെയും D3നെയും D4നെയും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു ആൻറ്റി സൈക്കോട്ടിക് ആക്ടിവിറ്റി ഇല്ല. ദെൻ ഡോപ്പമിൻ ഹൈപ്പോത്തസിസ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഡോപ്പമിൻ ഹൈപ്പോത്തസിസ് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ടു മച്ച് ഡോപ്പമിൻ ആക്ടിവിറ്റി ഇൻ ദ ലിംബിക് ഏരിയ കോസസ് ദ ഡിസോർഡർ. അപ്പോൾ ലിംബിക് ഏരിയയിൽ കൂടുതലായിട്ട് ഡോപ്പമിൻ ആക്ടിവിറ്റി ഉണ്ടാകുന്നത് കാരണമാണ് സൈക്കോസിസ് എന്ന് പറഞ്ഞ ഡിസോർഡർ ഉണ്ടാകുന്നത് എന്നാണ് ഡോപ്പമിൻ ഹൈപ്പോത്തസിസ് പറയുന്നത്. അപ്പോൾ ഈ ഓവർ ആക്ടിവിറ്റീനെ ബ്ലോക്ക് ചെയ്യുന്നത് കാരണം ആൻറ്റി സൈക്കോട്ടിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗിന് എന്തുണ്ട്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 5-HT2 റിസപ്റ്റേഴ്സ് T2 ആക്ടിവിറ്റിയും അതേപോലെ തന്നെ α1 അഡ്രിനർജിക് ബ്ലോക്കിംഗ് എഫക്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇതാണ് ഇതിൻ്റെ ഒരു ഫിഗർ പറയുന്നത്. ഇതാണ് ഡോപ്പമിൻ റിലീസ് ചെയ്തിട്ട് ഈ ഡോപ്പമിൻ റിസപ്റ്ററുമ്പോൾ പോയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരു സൈക്കോസിസ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് കൊടുക്കും. അപ്പോൾ ഇത് ഈ ഡോപ്പമിനെ ഡിസ്പ്ലേ ചെയ്തിട്ട് റിസപ്റ്ററുമ്പോൾ വന്നിട്ട് ബൈൻഡ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അതുവഴി ഡോപ്പമിന് ഇവിടെ വന്നിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആൻറ്റി സൈക്കോട്ടിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ, ഇതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് നോക്കാം. അപ്പോൾ
നമ്മൾ മെയിൻലി എല്ലാ ക്ലാസ്സിനും കൂടി ഒറ്റ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ CNSലുള്ള എന്താ വെച്ചാൽ CNSലെ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് നോർമൽ ഇൻഡിവിജ്വൽസിന് വേറെ സൈക്കോട്ടിക് ഇൻഡിവിജ്വൽസിന് വേറെ എഫക്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നോൺ സൈക്കോട്ടിക് ഇൻഡിവിജ്വൽസ് അഥവാ നോർമൽ ഇൻഡിവിജ്വൽസിലാണെന്നുണ്ടെങ്കിൽ ക്ലോർപ്രമാസിൻ, ഇതിലൊരു മേജർ ഡ്രഗ് എന്ന് പറഞ്ഞാൽ ക്ലോർപ്രമാസിനാണ്. ഈ ക്ലോർപ്രമാസിൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? പോസിറ്റീവ് തോട്ട് ഉണ്ടാവും, സൈക്കോമോട്ടർ സ്ലോയിങ്, ഇമോഷണൽ ക്വറ്റനിങ്, പിന്നെ ടെൻഡൻസി ടു ഗോ ഓഫ് സ്ലീപ്പ് ഫ്രം വിച്ച് ദ സബ്ജക്റ്റ് ഈസ് ഈസിലി അറോസബിൾ, ഇങ്ങനത്തെ എഫക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സൈക്കോട്ടിക് ആയിട്ടുള്ള ഇൻഡിവിജ്വലാണെങ്കിൽ ഈ സൈക്കോട്ടിക് പേഷ്യൻസിൻ്റെ ഇറേഷണൽ ബിഹേവിയർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അജിറ്റേഷൻ ഉണ്ടാവും, അഗ്രസീവ്നെസ് ഉണ്ടാവുന്നുണ്ട്. ദെൻ സൈക്കോട്ടിക് സിംറ്റോമെഗാലി കൺട്രോൾ ചെയ്യും, ഡിസ്ട്രപ്റ്റ് തോട്ട് ആൻഡ് ബിഹേവിയർ ഗ്രാജുവലി നോർമലൈസ് ചെയ്യുന്നുണ്ട്, ആൻസൈറ്റി റിലീവ് ചെയ്യും. ദെൻ ഹൈപ്പർ ആക്ടിവിറ്റി, ഹാലൂസിനേഷൻസ്, ഡെലൂഷൻസ് ഒക്കെ സപ്രസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നില്ല, ഇൻ്റലിജൻസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, ബട്ട് വിജിലൻസ് ഇമ്പയർ ചെയ്യും. പിന്നെ അവരുടെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള സ്ലീപ്പ് പാറ്റേൺ നോർമലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷെസർ ത്രഷോൾഡ് ലോവർ ചെയ്യും. പിന്നെ എന്തായിരിക്കും, ഈ അൺട്രീറ്റഡ് ആയിട്ടുള്ള എപ്പിലെപ്റ്റിക്കസിൽ ഫിറ്റ്സ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പൊട്ടൻറ്റ് ആൻറ്റി എമറ്റിക് ആക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഇനി ANSലാണെന്നുണ്ടെങ്കിൽ ആൽഫ-1 അഡ്രിനർജിക് ബ്ലോക്കിംഗ് ആക്ടിവിറ്റി, ദെൻ ആൻറ്റി കോളിനർജിക് പ്രോപ്പർട്ടി ഓഫ് ന്യൂറോലെപ്റ്റിക്സ് ഭയങ്കര വീക്കാണ്. ദെൻ ഫീനോതയസിൻസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീക്ക് H1 ആൻറ്റി ഹിസ്റ്റമിനിക് ആക്ടിവിറ്റി ഉണ്ട്. ദെൻ വീക്ക് ആൻറ്റി 5-HT ആക്ടിവിറ്റി ഉണ്ട്. ദെൻ അവർ ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. CPZ അല്ലെങ്കിൽ ക്ലോർപ്രമാസിൻ ഒരു പൊട്ടൻ്റ് ആയിട്ടുള്ള ലോക്കൽ അനസ്തെറ്റിക് ആണ്. ദെൻ ഇതെന്തില്ല, നമ്മൾ അത്ര മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നില്ല, ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ CPZ ഒരു ഇറിറ്റൻ്റ് ആക്ഷൻസ് ഉണ്ട്. ദെൻ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ഹൈപ്പോ ടെൻഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് പാരൻ്ററൽ അഡ്മിനിസ്ട്രേഷന് ശേഷമാണ്. ദെൻ റിഫ്ലക്സ് ടാക്കിക്കാർഡിയ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ എന്തായിരിക്കും, ഹാർട്ടിനെ ഡിപ്രസ് ചെയ്യുന്നുണ്ട്. ഹൈ ഡോസ് ഓഫ് ക്ലോർപ്രമാസിൻ കൊടുത്താൽ ഹാർട്ട് ഡിപ്രഷൻ നടക്കും. ദെൻ ECG ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, അത് QT പ്രൊലാങ്ങേഷനും. ദെൻ T വേവ് സപ്രഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അരിത്മിയ എന്തായിരിക്കും, ഓവർഡോസ് ആയി കഴിഞ്ഞാൽ തൈറോയിഡസിനൊക്കെ നമ്മൾ ഓവർഡോസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അരിത്മിയ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി അടുത്ത ആക്ഷനാണ് എൻഡോക്രൈനിൽ പ്രൊലാക്റ്റിൻ റിലീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ ഗാലക്ടോഹോറിയ ഗൈനക്കോമാസ്റ്റിയ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ GHൻ്റെ ലെവൽ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഗൊണാഡോട്രോപ്പിൻസ് ADH ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ അടുത്തതാണ് ഫാർമക്കോ കൈനറ്റിക്സ് നോക്കാം. അപ്പോൾ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓറൽ അബ്സോർപ്ഷൻ അൺപ്രഡിക്റ്റബിൾ ആണ്. ദെൻ ഓറലി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ബയോ അവൈലബിലിറ്റി ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മോർ എഫക്റ്റ് ഇൻട്രാമസ്കുലർ ആൻഡ് ഇൻട്രാവേനസ് ആണ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈലി ബൗണ്ട് ടു പ്ലാസ്മ ആസ് വെൽ ആസ് ടിഷ്യൂ പ്രോട്ടീൻസ് ആണ്. ദെൻ ബ്രെയിൻ കോൺസെൻട്രേഷൻ എന്തായിരിക്കും, പ്ലാസ്മ കോൺസെൻട്രേഷനെക്കാട്ടിലും ഹയർ ആണ്. വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ലാർജ് ആണ്. ദെൻ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഇത് ലിവറിലാണ് മെറ്റബോളൈസ് ചെയ്തിട്ടുള്ളത്. ദെൻ എക്സ്ക്രീഷൻ യൂറിനിലൂടെയും ബൈലിലൂടെയാണ് മെറ്റബോളൈസ് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്. ഇനി ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് പറയുകയാണെങ്കിൽ CNSലാണെങ്കിൽ ഡ്രോസിനസ്, ലെതർജി, മെൻ്റൽ കൺഫ്യൂഷൻ, ടോളറൻസ് ടു സെഡേറ്റീവ് എഫക്റ്റ്, ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ്, വെയിറ്റ് ഗെയിൻ, ഇങ്ങനത്തെ കുറേ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫാർമക്കോളജിക്കൽ ആക്ഷൻസിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് കുറച്ചൊരു അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അത് നമുക്ക് ഇതിൽ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി CVSൽ പോസ്റ്റൂറൽ ഹൈപ്പോടെൻഷൻ പ്രൊഡ്യൂസ് ചെയ്യും, പാൽപിറ്റേഷന്, QT പ്രൊലാങ്ങേഷൻ, കാർഡിയാക് അരിത്മിയ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ആക്കിയിട്ട് പറഞ്ഞു. അതന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്വേഴ്സ് എഫക്റ്റ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ദെൻ ആൻറ്റി കോളിനർജിക്സിൽ പറയുന്നതാണ് ഡ്രൈ മൗത്ത്, ബ്ലഡ് വിഷൻ, കോൺസ്റ്റിപ്പേഷൻ, ഹൈപ്പർ സലൈവേഷൻ ഒക്കെ. ദെൻ എൻഡോക്രൈനിൽ ഹൈപ്പർ പ്രൊലാക്ടോനീമിയ, ലോവർ GH ലെവൽ, അംനിഹോറിയ, ഇൻഫെർട്ടിലിറ്റി, ഗാലക്ടോറിയ, ഗൈനക്കോമാസ്റ്റിയ, ഇതും നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു. ദെൻ മെറ്റബോളിക് എഫക്റ്റ് ആയിട്ട് എലിവേഷൻ ഓഫ് ബ്ലഡ് ഷുഗർ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ എലിവേഷൻ ഓഫ് ട്രൈഗ്ലിസറൈഡ് ലെവൽസ്. ദെൻ എക്സ്ട്രാ പിരമിഡൽ ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ഡോസ് ലിമിറ്റിംഗ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണ്. അതിലാണ് പാർക്കിൻസോണിസം സൈഡ് എഫക്റ്റ് പറയുന്നത്. റിജിഡിറ്റി, ട്രമർ, ഹൈപ്പോകൈനേഷ്യ, ദെൻ മാസ്ക് ലൈക്ക് ഫേസ്, ഷഫ്ലിംഗ് ജൈറ്റ്, റാബിറ്റ് സിൻഡ്രം, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ അക്യൂട്ട് മസ്കുലർ ഡെസ്റ്റോണിയസിൽ ബിസാരെ മസിൽ സ്പാസം, ദെൻ ടങ്ക് ട്രസ്റ്റിങ്, ലോക്ക്ഡ് ജോ, ഇതൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ റെസ്റ്റ്ലെസ്നെസ്, ഡിസ്കംഫർട്ട്. ദെൻ മാലിഗ്നൻറ്റ് ന്യൂറോലെപ്റ്റിക് സിൻഡ്രത്തിൽ റിജിഡിറ്റി, ഇമ്മൊബിലിറ്റി, ട്രിമ്മർ, ഹൈപ്പർതെർമിയ, കുറേ അഡ്വേഴ്സ് എഫക്ട്സ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ത്രിപാദിയിലുള്ള എല്ലാ അഡ്വേഴ്സ് എഫക്ട്സും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബട്ട് BPharm ലെവലിലാവുന്ന സമയത്ത് നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പോൾ ഇത്ര കൂടുതലായിട്ട് പഠിക്കണമെന്നില്ല. ജസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത്യാവശ്യം പഠിച്ചു വെക്കാം. ക്വസ്റ്റ്യൻസ് അധികം നമ്മൾ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ്, ദെൻ മെക്കാനിസം ഓഫ് ആക്ഷൻ, അഡ്വേഴ്സ് എഫക്ട്, ഇതൊക്കെ ഒന്നിച്ച് ചോദിക്കുന്ന സമയത്ത് ഇത്ര കൂടുതൽ അഡ്വേഴ്സ് എഫക്റ്റ് പഠിക്കണമെന്നില്ല. ഇനി നമ്മൾ ഇൻട്രാക്ഷൻസ് പറയുന്നത് ന്യൂറോലെപ്റ്റിക്സ് എല്ലാ CNS ഡിപ്രസൻസിൻ്റെയും ആക്ടിവിറ്റിനെ പൊട്ടൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഹിപ്നോട്ടിക്സ്, ആൻസിയോലൈറ്റിക്സ്, ആൽക്കഹോളിലൊക്കെ ആക്ടിവിറ്റി, അതായത് അതിൻ്റെയൊക്കെ ഡിപ്രഷൻ ആക്ടിവിറ്റി കൂട്ടും. ദെൻ ലിവോഡോപ്പൻ്റെ ആക്ഷൻസ് ബ്ലോക്ക് ചെയ്യും. അതുവഴി ഡയറക്റ്റ് അഗോണിസ്റ്റ് ഇൻ പാർക്കിൻസോണിസം. പിന്നെ ആൻറ്റി ഹൈപ്പർടെൻസീവ് ആക്ഷൻ ഓഫ് ക്ലോണിൻ മീഥൈൽഡോപ്പൊക്കെ റെഡ്യൂസ് ചെയ്യും, പ്രോബബ്ലി ഡ്യൂ ടു സെൻട്രൽ ആൽഫ 2 അഡ്രിനർജിക് ബ്ലോക്കേഡ്.
ഇനി ഇതിൻ്റെ യൂസസ് പറഞ്ഞാൽ സൈക്കോസ് ഇപ്പോൾ നമ്മൾ മറ്റേ ഇതിന് പഠിച്ചില്ലേ, ഫാർമക്കോളജിക്കൽ ആക്ഷൻസിൽ പഠിച്ചത് നമുക്ക് യൂസ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ മെയിൻ യൂസ് നമ്മൾ പറഞ്ഞ സൈക്കോസിസിൽ ഷിസോഫ്രീനിയയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ തെറാപ്യൂട്ടിക് എഫക്റ്റ്, എല്ലാ ഫോംസ് ഓഫ് ഷിസോഫ്രീനിയയിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വൈഡ് റേഞ്ച് ഓഫ് സിംറ്റം റിലീഫ് ഉണ്ട്. അതേപോലെ തന്നെ എഫിക്കസി ഓഫ് ടിപ്പിക്കലും അട്ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ആൻറ്റിസൈക്കോട്ടിക്സ് ഉണ്ട്, ടിപ്പിക്കൽ വരുന്നുണ്ട്, അട്ടിപ്പിക്കൽ വരുന്നുണ്ട്. രണ്ടിലും തന്നെ എന്തില്ല പോസിറ്റീവ് സിംറ്റംസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു എഫിക്കസി ഡിഫറൻസ് ഒന്നുമില്ല. നെഗറ്റീവ് സിംറ്റംസിലാണെന്നുണ്ടെങ്കിൽ അട്ടിപ്പിക്കൽ വൺസ് ആണ് കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് വരുന്നത്. പിന്നെ അടുത്തതാണ് ഗില്ലിസ് ഡേ ലാറ്റോറേറ്റ് സിംറ്റംസ്. ദെൻ അക്യൂട്ട് മാനിയലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബൈപ്പോളാർ ഡിസോർഡറിൽ ഉപയോഗിക്കുന്നുണ്ട്, ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, ആൻസൈറ്റിയിലുണ്ട്, ആൻറ്റി എമിറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതർ യൂസസ് ആയിട്ട് ഹിപ്നോട്ടിക്സ്, അനാൽജസിക്സ്, അനസ്തെറ്റിക്സ്, ആൽക്കോളിക് അലൂസിനോസിസ്, ഹണ്ടിങ്ടൺ ഡിസീസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഹണ്ടിങ്ടൺ ഡിസീസൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ ഒരു എന്താ പറയുക സ്പെഷ്യലായിട്ടുള്ള ഒരു യൂസാണ്. അപ്പോൾ ഈ ആൻറ്റി എമിറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മെയിൻലി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആൻറ്റി ആൻസൈറ്റി യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ടവർക്ക് പഠിക്കും ചെയ്യുക. മീൻസ് ഇനിയിപ്പോൾ കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്താ പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസീസിൻ്റെ പേരുകൾ പഠിച്ചു വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റുമല്ലോ, ഇന്നതിന് യൂസ് ചെയ്യും. നമ്മൾ ആൻസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ആൻറ്റിസൈക്കോട്ടിക്സിന് ആൻറ്റി ആൻസൈറ്റി ആക്ഷൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു സെൻറ്റൻസ് പോലെ എഴുതി വെക്കാം. ദെൻ റെഫറൻസ് നമ്മൾ ത്രിപാഠി എന്നാണ് മെയിൻലി, ത്രിപാഠിയാണ് ഫാർമക്കോളജിക്ക് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ള എല്ലാ പോയിൻറ്റ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫിഗേഴ്സും കാര്യങ്ങളും വേറെ